പ്രൈസ് ലോർഡ്. കർത്താവിന്റെ നാമം ഇന്നിവിടെ കർത്താവിന്റെ വചനം കേൾക്കുവാൻ ദൈവം തരുന്ന ഈ വിലപ്പെട്ട സമയങ്ങളെ ഓർത്ത് കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുന്ന ഓരോ സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വ്യത്യസ്ത സാഹചര്യങ്ങളെ നാം ഫേസ് ചെയ്യുമ്പോൾ ആ വചനമാണ് നമ്മെ നിലനിർത്തുന്നത്, നമ്മെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ആവേശം തരുന്നത്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ നടുവിൽ വന്ന് ശുശ്രൂഷിച്ച പ്രിയ ജിതേഷ് ബ്രദറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജോലിയോടൊപ്പം തന്നെ തനിക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ തന്നെ ദൈവം ഏൽപ്പിക്കുന്ന ദൈവിക അറിയിക്കുവാൻ ദൈവം തന്നെ ബലപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിലും അല്ലെങ്കിൽ ഇന്ന് ഈ സമയത്ത് പല വ്യത്യസ്ത സമയങ്ങളിൽ നിന്ന് ഇത് തുടർന്നും കേൾക്കുന്നവരുണ്ട്. അവരെയെല്ലാം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തുടർന്നുള്ള മെസ്സേജ് പറയുവാനായിട്ട്, ദൈവം കൊടുത്ത ആലോചനകൾ പറയുവാനായിട്ട് പ്രിയ ജിതേഷ് ബ്രദറിനെ സ്വാഗതം ചെയ്യും. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനും സഭയ്ക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതമെല്ലാം വളരെ ഫാസ്റ്റ് ഫോർവേഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നു. വാക്സിനേഷൻ വന്നു, പലരും വാക്സിനേഷൻ്റെ ഇടയിലായിരിക്കുന്നു. വാക്സിനേഷൻ എടുക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നതും ഇതുവരെ കണ്ടിരിക്കുന്നതിൽ. അതെല്ലാം ഒരു പോസിറ്റീവ്നെസ്സിലേക്ക് കൊണ്ടുവരികയും ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റിയിലേക്കൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയിൽ നമ്മുടെ ഈ സാഹചര്യങ്ങൾ ഓൺലൈനിലൂടെയൊക്കെ അനേക ഇടങ്ങളിൽ ദൈവവചനം പ്രസംഗിക്കുവാനും ദൈവവചനം ശുശ്രൂഷിക്കുവാനൊക്കെ അനേകർക്ക് അവസരം കിട്ടുന്നുണ്ട്. എല്ലാവരും കർത്താവിന്റെ വളരെയധികം ഇൻവോൾവ് ആയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ ഒരു ചെറിയൊരു സങ്കീർത്തനം ഒന്ന് വായിച്ചിട്ട്, സങ്കീർത്തന ശുശ്രൂഷയല്ല, പക്ഷെ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട എൻ്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ചില ആലോചനകൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ തന്നെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സാംസ് 24 ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണിത്. എൻ്റെ വാക്യം ഇങ്ങനെയാണ്: The earth is the Lord's and everything in it, the world and all who live in it, for he has founded it on seas and established it on waters. ഈ സങ്കീർത്തനം നമ്മൾ പരിശോധിച്ച അതിൻ്റെ അകത്തേക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ലെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ അതുമായി ബന്ധത്തിൽ മാത്രം ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദ് എഴുതിയ ഈ സങ്കീർത്തനത്തില് ഇതിന്റെ അർത്ഥവും നമ്മുടെ ലൈഫുമായിട്ടൊക്കെ എത്രമാത്രം ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഡേവിഡ് റെക്കഗ്നൈസ്ഡ് ദിസ് തിങ്. ഏത്? ദി എർത്ത് ആൻഡ് ദ ലോർഡ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്. ഇന്ന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പലപ്പോഴും നമ്മൾ ഒരു അഹങ്കാരധ്വനിയോടെ, അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാം നമ്മുടെ കൺട്രോളിലാണ് എന്നുള്ള ധ്വനിയോടെയൊക്കെ സംസാരിക്കും. പലപ്പോഴും അത് കോർപ്പറേറ്റ് മേഖലകളിലൊക്കെ ഇന്ന് വളരെയധികം എന്താ പറയുക, നമുക്ക് വിസിബിളായി കാണാൻ പറ്റും. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഇൻവിസിബിൾ ടോൺസിൽ അതിനെ കാണാൻ പറ്റും. അത് കുടുംബജീവിതത്തിലായാലും ശരി, ശുശ്രൂഷയിലായാലും ശരി, സഭാജീവിതത്തിലായാലും ശരി, അത് നമ്മുടെ സാമൂഹിക ജീവിതത്തിലായാലും അതൊക്കെ കാണാം. എന്നാൽ കോർപ്പറേറ്റ് ജോലി ലെവലുകളിൽ വളരെയധികം നോയിസി ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് ഏത്? ഐദർ യു പെർഫോം ഓർ യു ലീവ്. അല്ലെങ്കിൽ നിങ്ങൾ നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള പെർഫോമൻസ്, അത് സെയിൽസിലായിക്കോട്ടെ, അത് ഓപ്പറേഷണൽ ജോബ് ആയിക്കോട്ടെ, അത് അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് ആയിക്കോട്ടെ, അത് മാനേജീരിയൽ ജോബ് ആയിക്കോട്ടെ, അത് എക്സിക്യൂട്ടീവ് ലെവലിലുള്ള ജോബ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ പെർഫോമൻസ് അപ് ടു ഡേറ്റ് അല്ലെങ്കിൽ കമ്പനി ഈസ് ഇൻകറിങ് ലോസ്. ആൻഡ് ആ ലോസ് തടയുവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻസ് എന്താണ്? നമുക്ക് എന്തുകൊണ്ട് കോർപ്പറേറ്റ് റേസിൽ നമ്പർ 1 കമ്പനിയായി വന്നില്ല? ഇപ്പം ഇന്നത്തെ വേൾഡിൽ ഗൂഗിൾ, ഫേസ്ബുക്ക് എന്നുള്ള കമ്പനികളെല്ലാം തൊട്ട് അതെല്ലാം ഉണ്ട്. അതിലെല്ലാം ഒരു കോർപ്പറേറ്റ് കൾച്ചറൊക്കെ അവർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ് അതെല്ലാം. അതായത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സർവൈവ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ് അത് ഫോർ പ്രോഫിറ്റ്. ഇറ്റ്സ് നോട്ട് എ നോൺ പ്രോഫിറ്റ് അല്ല, ഫോർ പ്രോഫിറ്റ്. അത് ഞാൻ പറഞ്ഞത് വിസിബിൾ ആയി ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലും ഇൻവിസിബിൾ ആയിട്ടുള്ള ടോൺസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏത്? ഈ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ ദാവീദ് പറയുന്ന ഒരു പ്രൊഫൗണ്ട് തിങ്കിങ്ങിലേക്ക് വരുന്നത്. ആ തിങ്കിങ് ഇതാണ്, അതായത് ദി എർത്ത് ആൻഡ് ദ ലോർഡ്സ്
and everything in it, the world and all who live in it. For he has founded the seas and established on the waters. ഈ ഭൂലോകം അതിന്റെ നിവാസികളും ഒക്കെയും ഈ ലോകവും അതിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളും ദൈവത്തിന്റെ ആണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായ ദാവീദ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചേ എന്നുള്ള ഒരു റിമൈൻഡർ നമ്മുടെ ഇടയിലേക്ക് പറയുകയാണ് ഈ ദാവീദ്. ഈ റിമൈൻഡറിന്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം നമ്മുടെ ഇന്നത്തെ ജീവിതത്തില്, നിങ്ങൾ ഇന്ന് പ്രയാസം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തില് സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂസില് എന്ത് ചെയ്യുമെന്നറിയാം, നിങ്ങളൊരു ഫെയിലിയർ ആണ്, ലൂസർ ആണ് എന്ന് ലോകം വിധി എഴുതുമ്പോൾ, അല്ലെങ്കിൽ മിനിസ്ട്രിയിലായിക്കോട്ടെ, സഭാപരമായ ജീവിതത്തിലായിക്കോട്ടെ, അത് എന്താ പറയുക കുടുംബ ജീവിതത്തിലായിക്കോട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ എന്താ പറയുക സോഷ്യൽ വെൽബീയിങ്ങിന്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും ഒരുപക്ഷെ യു മൈറ്റ് ഫീൽ ദാറ്റ് യു ആർ ഔട്ട് ഓഫ് ദ ഗെയിം, ഔട്ട് ഓഫ് എവറിഥിങ്. അപ്പൊ അങ്ങനെ ഒരു ലൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഐ എം നോട്ട്, അതായത് ഇപ്പം ഈവൻ പറഞ്ഞു നമ്മൾ അതിനെ എത്രമാത്രം ഫൈനലി നമ്മൾ നല്ല മദർ, നല്ല ഫാദർ എന്നുള്ള ലെവലിലേക്ക് വരെ വന്നു. ഹൂസ് എ ഗുഡ് ഫാദർ, ഹൂസ് എ ഗുഡ് മദർ എന്നുള്ള ഡിഫൈൻ ചെയ്യുന്ന ടേംസിൽ വരെ ഇന്ന് സമൂഹം എത്തി നിൽക്കുകയാണ്. അപ്പൊ ആദ്യം ഏതാണ് നല്ലൊരു എംപ്ലോയി, നല്ലൊരു എംപ്ലോയർ എന്നൊക്കെ പറയുന്ന ഫോർച്യൂൺ 500 എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് നമ്മൾ സമൂഹത്തിൽ തന്നെ ആരാണ് നല്ല മാതാവായിട്ടിരിക്കുന്നത്, ആരാണ് നല്ല പിതാവായിട്ടിരിക്കുന്നത് എന്ന് ഡിഫൈൻ ചെയ്യുന്ന പോയിന്റിലേക്ക് വരിക. അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അൺനോയിങ്ലി നമ്മൾ ഒത്തിരി പേരെ ആ ഗെയിമിൽ നിന്ന് പതുക്കെ പുറത്താക്കി കളയും. ദൈവം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇപ്പൊ സംസാരിക്കുകയാണ് ഈ വാക്യങ്ങളിലൂടെ. ദി എർത്ത് ആൻഡ് ദ ലോർഡ്സ് ആൻഡ് എവ്രിതിങ് ഇൻ ഇറ്റ് ദൈവത്തിന്റെയാണ്. നിങ്ങൾ നല്ലൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ചിത്രീകരിക്കുന്നതെങ്കിൽ, നിങ്ങൾ നല്ലൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ, സമൂഹത്തിൻ്റെതായ നല്ല വ്യക്തി എന്നുള്ള അറിയപ്പെടുന്ന റേസിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. പറയുന്ന ഈ റേസ് ക്രിയേറ്റ് ചെയ്തതും ഈ ഓട്ടം, നമ്മൾ എത്രമാത്രം ഈ ലോകത്ത് ഈ ഓടുന്ന ഓട്ടം എന്ത് തന്നെയായാലും, അത് ജോലിയോടുള്ള ബന്ധത്തിലായാലും ശരി, സാമൂഹിക ബന്ധത്തിലായാലും ശരി, അത് സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിലായാലും ശരി, സമാജീവിതത്തിലായാലും ശരി, ശുശ്രൂഷയിലായാലും ശരി, അതല്ല മറ്റു ഏത് മേഖലയിലായാൽ കൂടി ഒരു കാര്യം ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ: ഈ ഭൂമിയും അതിൻ്റെ ഉള്ള സർവ്വത്തെയും ദൈവത്തിൻ്റെയാണ്. ദൈവമാണ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളിലൂടെ നിറവേറുന്നതും ദൈവമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ആ റെവലേഷൻ നമ്മൾ പറയുന്ന അന്ധകാലത്ത് ദാവീദിന് കിട്ടി എന്നുള്ളതാണ് എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം. ദാവീദിന് ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ചിന്ത വരണമെങ്കിൽ എന്താണ് ദാവീദിനെ ഭരിക്കുന്നത്? അതിനെക്കാട്ടും വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള വാക്യമാണ് അടുത്ത വാക്യം പറയുന്നത്. For he formed it on the seas, കടലിന്റെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, and established it on the waters. വെള്ളത്തിന്മേല് ഭൂമിയുടെ നിലം അല്ലെങ്കിൽ ദ ലാൻഡ് ബോഡി സ്ഥാപിച്ചത് വെള്ളത്തിന്റെ മേളിലാണ്. ദാവീദ് ഇത് പറയുമ്പോൾ ദാവീദിന്റെ മനസ്സിൽ ഗൂഗിൾ മാപ്പ് ഇല്ല, ഗൂഗിൾ എർത്ത് പോലും ഇല്ല, ഇതൊന്നുമില്ലാതെ ജസ്റ്റ് മിയർ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മാത്രം കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. കാരണം അതുവരെ ജനം വിശ്വസിച്ചത് ഇറ്റ്സ് എ ഫ്ലാറ്റ് എർത്ത് എന്നുള്ളതാണ്. ഗലീലിയോ വന്ന് റൗണ്ട് എർത്താന്ന് പറയുമ്പോൾ നമ്മൾ കത്തിച്ചു കളഞ്ഞു ഗലീലിയോനെ. അപ്പൊ അതുവരെയും പൊതുവേദിയിൽ ആരും ഇതുവെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ രഹസ്യമായ ആരെയും കണ്ടുപിടിച്ച് പറഞ്ഞാൽ നമുക്കറിയത്തില്ല. പക്ഷെ പൊതുവിൽ ഒരു സയൻസ് പോയിന്റ് ഓഫ് വ്യൂവില് എർത്ത് ഫ്ലാറ്റ് തന്നെ ആയിരുന്നു എന്നാണ് ഏറെക്കാലം ആൾക്കാർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ വാട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ റൗണ്ട് എന്നുള്ള കോൺസെപ്റ്റ് അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു ഗൂഗിൾ എർത്തിന്റെ ഒരു ഫുൾ പിക്ചർ കാണാതെ പഴയ നിയമത്തിൽ ഉൽപ്പത്തിയിലുള്ള ചില വിവരണങ്ങൾ വെച്ചിട്ട് ദാവീദ് എഴുതിയിരിക്കുകയാണ്. പിന്നീട് അത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ദൈവത്തിന്റെ ഓണർഷിപ്പ് ഓഫ് ഗോഡ്സ് പീപ്പിൾ ഓൺ ദി എർത്ത് ഇസ് ഹൈലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദീസ് വേഴ്സസ്. പറഞ്ഞു വരുന്നത് നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. തോറ്റിരിക്കുന്നവർ, ലജ്ജിതരായിരിക്കുന്നവർ, നിരാശപ്പെട്ടിരിക്കുന്നവർ, ഒരു ലൂസർ ആണ് എന്ന് ജീവിതത്തിൽ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഈ ജീവിതം പാഴായി പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫൗണ്ട് തോട്ട് ദൈവം നമ്മുടെ ഉള്ളിലിടാണ്. ഗോഡ്സ് ഓണർഷിപ്പ്
extends to the people on the earth. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളുടെ വകയും കൂടെയാണ് ഈ ഭൂമിയിൽ. ദൈവത്തിന്റെ ആധിപത്യം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായില്ല എന്ന് വരാം, നിങ്ങൾക്ക് ഒരുപക്ഷെ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലായില്ല എന്ന് വരാം, ആ ആഴത്തിൽ ചിലപ്പോൾ അറിഞ്ഞില്ല എന്ന് വരാം. പക്ഷെ നമ്മൾ പറയുന്നത് നിങ്ങളുടെയും കൂടെ ദൈവമാണ് ഈ ഭൂമി സൃഷ്ടിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ട് ഒരിക്കലും പോകത്തില്ല. കാരണം ദൈവത്തിന്റെ കരുണ നിങ്ങളെ തേടിയുണ്ട്. നിങ്ങൾക്ക് അറിയോ അറിയാതിരിക്കോ അത് അനദർ തിങ്. പക്ഷെ കരുണ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കുണ്ട്. ഇറ്റ്സ് ഓപ്പൺ ആക്ച്വലി. റിസീവ് ചെയ്യാൻ വേണ്ടി ഇനി ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. Through the rights of creation and continuing provision, God is in charge. Verse 2, God created the universe എന്നുള്ളതിന്റെ ഒരു വലിയ ഇതാണ്. He founded it on the seas. അപ്പൊ ഞാൻ വിചാരിച്ചു ദാവീദ് ഇവിടെ ഒരു പ്രയാസം പറയുന്നതിന് വലിയ നമ്മളിപ്പോ പറയാണ്, എനിക്ക് എന്ത് ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ ഞാൻ പറയും ഈ ഭൂമിയും അതിന്റെ ആൾക്കാരിലും വട്ടാണ്. പക്ഷെ ഇവിടെ ദൈവവചനം ഒരു ഹെബ്രായ പദ്യത്തിലൂടെ റിവീൽ ചെയ്യാണ് ദാവീദ്. തന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകിയ വാക്കുകൾ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടപ്രകാരം റിവീൽ ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് സാംസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഡേവിഡ്സ് വിഷൻ വിതൗട്ട് സീയിങ് ദി ഗ്ലോബ് ഇൻ ടോട്ടാലിറ്റി, വെരി പ്രൊഫൗണ്ട്. ആക്ച്വലി അത് നമുക്കുണ്ടോ ഇന്ന്? ഭൂമി എന്താണെന്ന് അറിഞ്ഞിട്ടും ഈ ഭൂലോകം എങ്ങനെയായിരിക്കുന്നു, അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടും we still have no idea about God. We still doubt his creation. We uses the information and the intelligence God has given us. നമ്മളൊരു ഇന്റലിജന്റ് ഡിസൈനിലുണ്ടായ ബീയിങ് ആണ്. അത് തന്നിരിക്കുന്ന ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനും ദൈവത്തെ താഴ്ത്തിക്കെട്ടാനും നമ്മൾ അതിന് ഉപയോഗിക്കുന്നു. അങ്ങനെയല്ലാതെ മറിച്ച് let us look forward in understanding God more. അത് പറയാണ്. എന്റെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ്, who may have ascended the mountains of the Lord, the one who has a clean hand, a pure heart. ഈ പറഞ്ഞു വരുന്ന ആരാണ് യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറിപ്പോയിരിക്കുന്നത്? അതില് ബേസിക്കലി ഇവിടെ ചോദിക്കുന്നത് ആരോ കയറിപ്പോയി, അത് ആരാണെന്ന് അറിയില്ല എന്നുള്ള അർത്ഥമല്ല. ആർക്കാണ് അതിന്റെ അവകാശമുള്ളത്? ദൈവത്തോട് മുമ്പിൽ പോയി നിൽക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂടെ ജീവിക്കാൻ ആർക്കാണ് എലിജിബിലിറ്റി ഉള്ളത്? നമ്മളൊരു ട്രെയിനിൽ കയറുമ്പോൾ ചിലപ്പോൾ ഒരു കോട്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ചിലപ്പോൾ പ്രയോറിറ്റി കാര്യങ്ങൾ പറയും. പ്രയോറിറ്റി ലഗേജ് അല്ലെങ്കിൽ പ്രയോറിറ്റി ടാഗുള്ള ലഗേജസ് ആൾക്കാർക്കും സെപ്പറേറ്റ് ലൈനാണ്, എലിജിബിലിറ്റി കൂടുതലാണ്. ഒരു യാത്ര, ഒരു വിദേശ രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വിസ എലിജിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള, അല്ലെങ്കിൽ ഒരു വിസയിൽ നമ്മൾ കുടിയേറി പാർക്കാൻ ശ്രമിക്കുമ്പോൾ, മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ മൈഗ്രേഷൻ എലിജിബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇവിടെ ചോദിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഭയങ്കര വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, ആർക്കാണ് യഹോവയുടെ മന്ദിരത്തിൽ പോകാൻ അവകാശമുള്ളത്? എലിജിബിൾ ആയിരിക്കുന്ന ആരാണ്? പഴയ നിയമ കാലഘട്ടത്തില് ഇതായിരുന്നു പ്രശ്നം. ഏത്? ദൈവത്തെ അറിയുന്നത്, ദൈവത്തോടുള്ള എലിജിബിലിറ്റിയെ എങ്ങനെ ക്വാളിഫൈ ചെയ്യും എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ബേസിക്കലി എലിജിബിലിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്, എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ പോകാൻ യോഗ്യതയുണ്ടോ എന്നുള്ള ആ ചോദ്യത്തിലാണെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നത്, എനിക്ക് ദൈവത്തിന് മുമ്പിൽ ആയതുകൊണ്ട് why should I not be happy? ഞാൻ എന്തുകൊണ്ട് സന്തോഷവാനായി തീരാതെ ഇരിക്കുന്നു? ഞാൻ സന്തോഷവാനായിരിക്കണം എപ്പോഴും. അപ്പൊ എപ്പോഴും സന്തോഷത്തെ മുൻനിർത്തിക്കൊണ്ടിട്ടുള്ള ദൈവിക അന്വേഷണങ്ങളെയാണ് മനുഷ്യൻ ഇപ്പോൾ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നത്. യഹോവയുടെ സന്നിധിയിൽ സന്തോഷമുണ്ട്, നിത്യസന്തോഷമുണ്ട്. പക്ഷെ അതിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നവനേ ഉള്ളൂ. ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ആളുകളുടെ ഉള്ളിൽ എനിക്ക് സന്തോഷം ആദ്യം കിട്ടട്ടെ, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ളതാണ്. അതായത് ഒരു ഒയാസിസ് ഉണ്ടെങ്കിൽ ഒയാസിസിന്റെ വഴി ഇതാണ് എന്ന് പറഞ്ഞു തരുമ്പോൾ അതല്ല, ഒയാസിസിൽ നിന്ന് എനിക്ക് വെള്ളം കിട്ടട്ടെ. ഒയാസിസ് എന്ന് വെച്ചാൽ മരുഭൂമിയുടെ ഇടയിലുള്ള വെള്ളം കിട്ടുന്ന ഒരു തടാകം പോലെയുള്ള ഒരു സ്ഥലം. അവിടെ കുതിരകൾക്കും ആടുമാടുകൾക്കൊക്കെ പോയി ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ഒക്കെ ഒരു ഗ്രീനറി ഇൻ ദ മിഡിൽ ഓഫ് ദ ഡെസേർട്ട്, ഒയാസിസ് അറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഒയാസിസിൽ നിന്ന് എനിക്ക് വെള്ളം, ഞാൻ മരുഭൂമി മരിച്ചു കിടന്നിരിക്കുകയാണ്, എനിക്ക് അറിയുന്നില്ല, എനി ടൈം ഡെത്ത് സംഭവിക്കാം എന്നുള്ള സിറ്റുവേഷനിൽ അയാൾ പറയണ ഇവിടുന്ന് ഇച്ചിരി ഒരു 2 മിനിറ്റ് നടന്ന ഒരു ഒയാസിസ് ഉണ്ട്. നോ, അതൊന്നും എന്നെ കിട്ടത്തില്ല. എന്റെ അടുക്കൽ ഒയാസിസ് വരട്ടെ,
ഞാൻ കുടിക്കട്ടെ, ഞാൻ തൃപ്തനാണെങ്കിൽ ഞാൻ ചിന്തിക്കാം അതിലേക്ക് പിന്നെയും ഞാൻ പോകണമോ എന്ന്. ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ ദൈവത്തെ അറിയാൻ ദൈവത്തെ അറിയാൻ പറ്റാത്തത് കൊണ്ടല്ല, അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ദി ഇന്റൻഷൻ ടു നോ ഗോഡ് ഓർ ദി എഫേർട്ട് ടു നോ ഗോഡ് ഇല്ല. ദൈവത്തെ അറിയണമെന്നുണ്ട്, പക്ഷെ വേണ്ടവണ്ണം അറിയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം മനുഷ്യന് തന്റെ ഇഷ്ടങ്ങളും തന്റെ ആഗ്രഹങ്ങളും ആ സന്തോഷവും ലഭിച്ചു കഴിയുമ്പോൾ ആ തോട്ട് നമ്മുടെ മൈൻഡിൽ നിന്ന് സ്ലിപ്പാവും. പലപ്പോഴും ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പഠിപ്പിക്കുമ്പോൾ, ബിബ്ലിക്കൽ ഫൈനാൻസ്, ഞാൻ അതിനെക്കുറിച്ച് പലരോടും ഡിസ്കസ് ചെയ്യുക, അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത്, പഠിപ്പിക്കുക വെച്ചാൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റഡി അല്ല, ഒരു അമച്വർ ആയിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ബൈബിളിൽ നിന്ന് പല കാര്യങ്ങളും ഷെയർ ചെയ്യാനൊക്കെ പറ്റാറുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു എന്താ പറയാ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ബൈബിളിൽ നിന്നും മറ്റു കർത്താവിന്റെ ദാസന്മാരിൽ നിന്നും മനസ്സിലാക്കിയത്. നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളപ്പോൾ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യും തോറും നമുക്ക് പൈസ പോകുന്ന വേദന അറിയില്ല എന്ന് പറയും. എന്നാൽ ഡെബിറ്റ് കാർഡിൽ നിന്ന് നമ്മൾ സ്വൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈച്ച് ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യും നമ്മുടെ മൈൻഡ്. ബിക്കോസ് ദർ ഇസ് സംതിങ്, ഒരു പെയിൻ ഇൻവോക്ക് ചെയ്യും. ഓ, എന്റെ പൈസ അത്രയും തീർന്നു, എന്നിൽ നിന്ന് കുറയാനൊന്നുമില്ല. മറ്റേ നമ്മൾ മറ്റു സ്ഥലത്ത് നിന്ന് കടമെടുത്തിട്ട് പേ ചെയ്യാണ്, അത് ഞാൻ പിന്നെ അടുത്ത് തീർത്തോളാം എന്ന് പറയാം എന്ന് പറയുന്ന പോലെയുള്ള മനസ്സാണ് പലപ്പോഴും. ദൈവത്തിൽ നിന്ന് ആവശ്യമുണ്ട്, പക്ഷെ കിട്ടിക്കഴിയുമ്പോൾ എന്താണ്, ആ പെയിൻ ഫീൽ ചെയ്യുന്നില്ല, എഫർട്ട് വന്നിട്ടില്ല. ആ സന്തോഷം ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് മറന്നു പോകുന്ന അനുഭവമാണ്. ഇവിടെ പറയുന്നു അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ എങ്ങനെ സന്തോഷവാനാണ് എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ദൈവസന്നിധിയിൽ എത്തിച്ചേരും. ഹൗ വി ക്യാൻ ബി എലിജിബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് സോ ദാറ്റ് വി മേ എൻജോയ് ഹാപ്പിനെസ്. ദിസ് ഇസ് വാട്ട് ഗോഡ് വാണ്ട്സ് ടു ടെൽ യു ടുഡേ. Our relationship with God is more important than personal bliss. അതാണ് ഇന്ന് എന്റെ ചിന്തയിൽ ഇതുവരെ ഡ്രൈവ് ചെയ്തൊരു കാര്യം. പലപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, പേഴ്സണൽ ഹാപ്പിനെസ്സിന് ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ചർച്ചുകളിൽ പലപ്പോഴും ഞാൻ ജോലിയിൽ നിരന്തരം പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നെ ദൈവം എൻ്റെ അടുത്ത് എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഇതിലൂടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി പ്രശ്നം തീരുന്നു, അതിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ പറയുന്ന പ്രശ്നം തീർന്നതാണ്. ഈവൺ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഓവർ ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് അണ്ടർ ആർ മെനൂവറിങ്, ഇറ്റ്സ് ഓക്കെ, അത് മാനേജബിൾ ആണെന്ന് നമ്മൾ പറയും. അത് തീരുന്നില്ല ഒരിക്കലും. അൺകൺട്രോളബിൾ ആകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ആളുകളോടൊക്കെ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതിനപ്പുറമായിപ്പോയി, വിചാരിക്കുന്നതിന് സംഭവം തെന്നിപ്പോയി, മാറിപ്പോയി എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മുടെ ഒരു വിഷയം നമ്മുടെ കൺട്രോളിൽ വന്നു കഴിയുമ്പോൾ ഇറ്റ്സ് അണ്ടർ ആർ കൺട്രോൾ, അറ്റ്സ് ഓക്കെ, മാനേജബിൾ ആണ്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന ജോലിയിലും ഒക്കെയും ചർച്ചകളിൽ ശരിക്കും ദൈവത്തെ കണ്ടു, ദൈവമായിട്ടുള്ള ബന്ധത്തിലുണ്ടായ ചില അനുഭവങ്ങൾ അതൊന്നും പൊതുവേദികളിൽ ഒരു സാക്ഷ്യം പോലെ വരുന്നില്ല. പലപ്പോഴും നമ്മുടെ അച്ചീവ്മെന്റ്സിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നു. അച്ചീവ്മെന്റ് സംസാരിക്കേണ്ടതെന്നല്ല, ദൈവം നിങ്ങൾക്കൊരു ജയം തന്നുകൊണ്ട് തീർച്ചയായിട്ടും അത് ചർച്ച എന്ന് പറയണം. അത് ദൈവ മക്കളോട് പറയണം. അത് അവർക്ക് പ്രചോദനമാണ്, ദൈവം ഒരുവനെ സഹായിക്കുന്നു എന്നുള്ളത്. പക്ഷെ അത് മാത്രം പറയാനുള്ള വേദിയാക്കരുതെന്നേ ഞാൻ പറഞ്ഞത്. അത് പറയാം, അത് അടുത്ത ആഴ്ച നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റു അനുഭവങ്ങൾ ആത്മീയമായിട്ട് അതും ഷെയർ ചെയ്യും. അതിനപ്പുറമായിട്ട് നിങ്ങൾ ടീച്ച് ചെയ്യുന്നവരായി തീരണം, ആത്മാവിൽ മെച്യൂരിറ്റി കാണിക്കുന്നവരായി തീരണം. വി ഷുഡ് ബി ഹോൾസംലി ഗ്രോയിങ് ഇൻ ഗോഡ് rather than just എന്റെ ബേസിക് അച്ചീവ്മെന്റ്സ്, എന്നെ ദൈവം അനുഗ്രഹിച്ചത്, എന്നെ ദൈവം ഉയർത്തിയ ഉയർച്ച മാത്രം പറഞ്ഞു നടക്കുന്ന അവരായി തീരരുത് എന്നാണ് ദൈവത്തിന് നമ്മുടെ അടുത്ത് പറയുന്നത്. What the Psalms 24 is emphasizing is your relationship with God is more important than your personal achievements and personal happiness. More important എന്നാണ് പറയുന്നത്. അല്ലാതെ personal happiness is of no importance എന്നല്ല. Personal happiness is of a very high importance, but same time, more than that, your relationship with God prioritizes your entire existence or your entire personal bliss. അടുത്തത് നമ്മൾ ഇതിനകത്ത് പറയുന്നത് ആർക്ക് പറ്റും, ഇതാണ് ഈ ചോദ്യം ഇവിടെ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിലേക്കാണ് ഈ ആൻസറിലേക്ക് നമ്മൾ ഈ മടങ്ങി വരുന്നത്. Who may ascend to the mountains of the Lord, who may stand in his holy place. എന്താണ്? The one who has a clean hands, a pure heart, and one who does not trust in an idol, and one who nor swears by a false god. ഈ 4 കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. ഇതിനകത്ത് 4 കാര്യങ്ങളാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വേണ്ടത്. ഒന്ന്, one who has a clean hands.
കൃത്യമായി കൈ കഴുകി സോപ്പൊക്കെ ഇട്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കൈ കഴുകുന്നതിനെ കുറിച്ചൊക്കെ എങ്ങനെ മെത്തഡോളജീസും 20 സെക്കൻഡും ഒക്കെ പഠിക്കുന്നുണ്ട്. അതല്ല ഇവിടെ മീൻ ചെയ്യുന്നത്. അത് വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കയ്യിലുള്ള എന്തെങ്കിലും രോഗാണുക്കൾ മാറുവാനോ അല്ലെങ്കിൽ കൈ ഒന്ന് പ്യുവറായി ക്ലീൻ ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ അന്ന് മറ്റ് അതിനെ പ്യൂരിഫൈ ചെയ്യാണ്, തെറ്റില്ല. ഇവിടെ പറയുന്ന വൺ ഹൂ ഹാസ് എ ക്ലീൻ ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു അറാമിക് സ്റ്റൈലിൽ അതിനെ പ്രസന്റ് ചെയ്യാണ്. ബേസിക്കലി നിങ്ങളുടെ ആക്ഷൻസ് എങ്ങനെ ആയിരിക്കണം? ഗോഡ് ഇസ് വാച്ചിങ് യുവർ ആക്ഷൻസ്. നിങ്ങൾ രാവിലെ എണീറ്റ് തുടങ്ങുന്ന നിമിഷം തൊട്ട് ഷർട്ടിന് മുമ്പിലോ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിലോ ഉള്ള ആക്ഷൻ അല്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഫസ്റ്റ് തോട്ട്, ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് ആക്ഷൻ, അത് ദൈവം വളരെയധികം ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഓരോ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നിങ്ങളുടെ മിനിസ്ട്രി ലൈഫിലും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലും ഒക്കെ നടക്കുന്ന ആക്ടിവിറ്റി, നിങ്ങളുടെ സോഷ്യൽ ലൈഫിൽ God is interested. How much time do you spend on Facebook? How much time you spend on Instagram? How much time you spend on your ministry activities? How much time you spend on your job activity? How much time you spend on your corporate life? How much time you spend on your family life? ഇതെല്ലാം ദൈവം ഇവാലുവേറ്റ് ചെയ്യാണ്. ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഇവാലുവേഷനിൽ വരുന്ന ഒരു കാര്യമാണ്. And finally, how much time you spend with God? That makes a difference. ലോകത്ത് നിങ്ങൾ ആരെ വമ്പന്മാരെ നോക്കിയാലും സാമ്പത്തികമായി ജയിച്ചവരുണ്ട്, എക്കണോമിക് ലെവലിൽ ജയിച്ചവരുണ്ട്, പൊളിറ്റിക്കൽ ലെവലിൽ ജയിച്ചവരുണ്ട്, സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ കൾച്ചറൽ ലെവലിൽ ജയിച്ചവരുണ്ട്, സ്പോർട്സിൽ ജയിച്ചവരുണ്ട്, ബിസിനസ്സിൽ ജയിച്ചവരുണ്ട്, സാമൂഹിക ജീവിതത്തിൽ ജയിച്ചവരുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും അവരെല്ലാവരെക്കാട്ടും മുൻ നിരയിൽ നിൽക്കുന്നത് ദൈവമായിട്ട് ജീവിച്ചവരാണ്, ദൈവമായിട്ടുള്ള ബന്ധമുള്ളവരാണ് മുൻനിര എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ നോക്കും, യു ക്യാൻ ചാലഞ്ച് മീ ഓൺ ദാറ്റ്. ലോകത്ത് കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന, അതായത് ടേക്കിംഗ് ഓഫ് ദി 100 years ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് എടുത്താൽ, ഒരു ബിസിനസ്സിൽ ജയിച്ചവൻ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്ക് 20, 30, 40 വർഷത്തേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. ആ ഒരു ഇൻഫ്ലുവൻസിനെ അല്ല ഞാൻ പറയുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ വെറുതെ ചോദിക്കുകയാണ് നമ്മളോട്, നിങ്ങളെല്ലാവരും വലിയ ഇന്റർനെറ്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. ആർക്കറിയാം ഇന്റർനെറ്റ് തുടങ്ങിയവരെ കുറിച്ച് പേരാരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആരും പറയപ്പെടുന്നില്ല. ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ട സംഭവം ഇവല്യൂഷനിലൂടെ ചേഞ്ച് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള സത്യമാണ്. ചില പേരുകൾ നമുക്ക് ഓർമ്മയുണ്ടാവും. അത് നമ്മൾ ആരെങ്കിലും തോമസ് ആൽവ എഡിസന്റെ ആ സാധനം എടുത്തോ എന്നാണോ പറയുന്നത്? അല്ല, നമ്മൾ ബൾബ് എടുത്തോ എന്നാണ് പറയുന്നത്. ആ ക്രിയേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, സത്യമാണ്. ചിലപ്പോൾ ജനറേഷനോളം ആ ഡിസ്കവറി അല്ലെങ്കിൽ ആ ഇൻവെൻഷൻ നിലനിൽക്കുമായിരിക്കും. സോഷ്യൽ മീഡിയ കാര്യങ്ങളിലും അത് തന്നെയാണ് അവസ്ഥ. ഒരു 100 വർഷം കഴിഞ്ഞ് ആരെങ്കിലും ഓർക്കുമോ ബിൽ ഗേറ്റ്സിനെ? നമുക്കറിയില്ല. ഇപ്പോൾ തന്നെ പലർക്കും അറിയില്ല ബിൽ ഗേറ്റ്സ് ആണെന്ന്. അദ്ദേഹം മൈക്രോസോഫ്റ്റിനൊക്കെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു, തന്റെ ജീവിതം മറ്റൊരു വശത്തിലൂടെ കടന്നു പോകുന്നു. പക്ഷെ ഈ വ്യക്തികൾ ഒരു കാലത്ത് ഭയങ്കര സെൻസേഷൻ ആയിരുന്നു. എന്നാൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള വ്യക്തികൾ എന്നേക്കും ഇന്നും പറയപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ലൂയിസ് പാസ്റ്റർ, ഡേവിഡ് ലിവിങ്സ്റ്റൺ, ഇവരൊക്കെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ സ്വന്തമായി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിച്ചവരാണ്. സയന്റിസ്റ്റ് ആയിരുന്നു ഇവരെല്ലാം. ഇവരെ കുറിച്ചൊക്കെ ഇന്ന് എത്രമാത്രം കാലങ്ങളിൽ പറയപ്പെടുന്നു. അപ്പൊ യുവർ ആക്ഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവന്റെ ആക്ഷൻസ് സത്യസന്ധമായിരിക്കും, നേരുള്ളതായിരിക്കും. ദൈവം നിങ്ങളുടെ ആക്ഷൻസിനെ ശ്രദ്ധിക്കുന്നുണ്ട്. 2, ചോദ്യം അവിടെ വരുന്ന കാര്യം ഇങ്ങനെയാണ്, one who has a clean hands and a pure heart. ഇന്ന് പലപ്പോഴും നമ്മൾ ചതിയുടെ ലോകത്ത്, ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏതൊരു വെബ് സീരീസ് എടുത്താലും അതിൽ ചതിയും വഞ്ചനയുമാണ്. ആളുകളെ ത്രസിപ്പിക്കുന്നത് അതാണ്, ന്യൂസിൽ അതാണ്. ഒരു പ്യുവർ ഹാർട്ടായിട്ട് ഒരുത്തം ചെയ്താൽ അവൻ മണ്ടനായിട്ട് മാറുകയാണ്, ഈസ് എൻ ഇഡിയറ്റ്, അല്ലെങ്കിൽ അതിന്റെ അപ്പുറം ഒന്നുമില്ല, മണ്ടത്തരം കാണിച്ചു എന്നേ പറയത്തില്ല. ബിസിനസ്സിൽ അതിന് പറയുന്നത് ബൈ ഹുക്ക് ആൻഡ് ക്രൂക്ക് എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്യുവർ ഹാർട്ടായിട്ട് ജീവിക്കാനാണ്. ദാറ്റ് മീൻസ് യുവർ ഇന്റൻഷൻസ് മാറ്റേഴ്സ് ടു ഗോഡ്, യുവർ ആക്ഷൻ മാറ്റേഴ്സ് ടു ഗോഡ്, യുവർ ഇന്റൻഷൻ ഓൾസോ മാറ്റേഴ്സ് ടു ഗോഡ്. People is standing in the middle of the road.
നിങ്ങളെ യാത്രയുടെ ഇടയിൽ വന്ന് നിൽക്കുകയാണ് ബൈബിള്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇസ് യുവർ ആക്ഷൻ acceptable to God? Is your intention of an action acceptable to God? Very important. അടുത്തത് വരുന്നത്, who does not trust on idols. That means ദൈവത്തിലുള്ള ട്രസ്റ്റ്. ഐഡൽസ് എന്ന് വെച്ചാൽ വിഗ്രഹാരാധനയുള്ളവരെ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് ആര് തന്നെ ആയിക്കോട്ടെ, ഈ ഭൂമിയിൽ ആര് തന്നെ ആയാലും വിഗ്രഹാരാധനയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. അത് ബൈബിള് വളരെയധികം കെയർഫുൾ ആയിട്ട് പറയാം. അത് എന്ത് തരം വിഗ്രഹമായിക്കോട്ടെ. ഞാനിവിടെ ഒരു പർട്ടിക്കുലർ സമൂഹത്തെ ഒന്നും അല്ല ഞാൻ ആക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ വിഗ്രഹത്തെ എടുത്ത് അത് ദൈവമാണെന്ന് പറയുകയാണെങ്കിൽ ബൈബിളിലുള്ള ദൈവം യഹോവ, യേശു അത് അംഗീകരിക്കുന്നില്ല എന്ന് ക്ലിയർ കട്ടായിട്ട് സങ്കീർത്തനത്തിലൂടെ പറയാം. 2, വിഗ്രഹാരാധന പോലെ തന്നെയുള്ളതാണ് നമ്മൾ മനുഷ്യ ആരാധനയും മനുഷ്യപൂജയും. മനുഷ്യരെ ദൈവത്തോളം വാഴ്ത്തേണ്ട ആവശ്യമില്ല. അവർ മനുഷ്യപൂജ ചെയ്യുന്നവരെ ദൈവം ആഗ്രഹിക്കുന്നില്ല. Because the qualification that you give to God, അത് ഈ മനുഷ്യരിൽ വെക്കാൻ പറ്റില്ല. Because they are mortal beings. ഒരു ഇമ്മോർട്ടാലിറ്റി ഉള്ള ഒരു കാര്യമല്ല. അപ്പോൾ അത് അറിയുന്ന ഒരു കാര്യമാണ്. ഒരാൾ പറയാണ് ഞാൻ ഒരിക്കലും മരിക്കുന്നില്ല, ചിരഞ്ജീവിയായി ഇരിക്കുന്നത്, he has to prove it, which nobody has proved it at any point except Jesus Christ. യേശു ക്രിസ്തു പ്രൂവ് ചെയ്ത പോയിന്റിൽ ആരിന്നുവരെയും പ്രൂവ് ചെയ്തിട്ടില്ല. Not even one single person has done that. Jesus Christ has proved by virgin birth and resurrection that he is God. The trust on idols, God does not accept it. God wants people who can trust him, who are faithful enough to be trusted by him. നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ജോലിയാണെങ്കിൽ വിശ്വസ്തയോടെ ചെയ്യാം. നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ഒരു കുടുംബത്തെ നോക്കാനാണെങ്കിൽ വിശ്വസ്തയോടെ ചെയ്യാം. ഒരു സഭയെ നോക്കാനാണെങ്കിൽ നാം വിശ്വസ്തയോടെ ചെയ്യണം. നാം ഒരു സമൂഹത്തെയാണ് ഏൽപ്പിച്ചെങ്കിൽ വിശ്വസ്തത ചെയ്യണം. ഒരു സംസ്ഥാനത്തെയാണ് ദൈവം ഏൽപ്പിച്ചെങ്കിൽ അത് വിശ്വസ്തയോടെ ചെയ്യണം. ഒരു രാജ്യത്തെ ഏൽപ്പിച്ചെങ്കിൽ ദൈവം വിശ്വസ്തയോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു കണ്ടുപിടുത്തം ചെയ്യാനാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശ്വസ്തയോടെ ചെയ്യണം. ഒരു കളിയിൽ നിങ്ങൾ പ്രബലനായിട്ട് വരാനായിട്ട് ദൈവം ആഗ്രഹിക്കും. എറിക് ലിഡിൽ എന്ന് പറയുന്ന ദൈവദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പുള്ളി ചൈനയ്ക്ക് പോകാൻ വേണ്ടി മിഷണറി ആയിരുന്നപ്പോൾ പുള്ളിയുടെ ചേച്ചി ജെനി പറയുന്നുണ്ട് ഞാൻ മിഷണറി ആണെന്ന് മറന്നുപോയത്. അപ്പൊ എറിക് ലിഡിൽ തന്നോട് ചേച്ചിയോട് മറുപടി പറയുന്നത്, I know that God has made me fast and when I run I see his pleasure. I also know God has made me for China. അപ്പം എറിക് ലിഡിലിന് രണ്ടും അറിയാറുണ്ട്. He went on to take Olympic gold medal athletics. He was an athlete. അപ്പൊ തന്റെ ലൈഫ് വളരെ ക്ലിയർ ആണ്. തനിക്ക് ദൈവം ചൈനയിലേക്കും ഉണ്ടാക്കിയിട്ടുണ്ട്, തന്നെ ഫാസ്റ്റ് ആക്കി ദൈവം ഉണ്ടാക്കി. ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണത്. ഞാൻ ഓട്ടത്തിൽ കാരണം അത് കോമ്പിനേഷൻ ആണെന്ന് പറയുന്നത്. ഈസ് എ മിഷണറി. His main purpose was to do a mission work in China. സെയിം ടൈമിൽ തന്നെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കാം. രണ്ടും ചെയ്യാൻ പോയി. And he was successful in both. അപ്പം ദൈവം സ്പോർട്സിൽ ചിലവരെ ഫിലിംസിൽ കൊണ്ടുവരുന്നു ദൈവം. നമ്മൾ പ്രതീക്ഷയില്ലാത്ത വ്യക്തികൾ. ജോണി ലീവർ എന്ന് പറയുന്ന ബോളിവുഡിലെ കൊമേഡിയൻ ആയിട്ടുള്ള വ്യക്തി കർത്താവിന്റെ ദാസനാണ്. താൻ യേശുവിനെ തന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളിലൂടെയൊക്കെ അറിഞ്ഞു. പിന്നെ താൻ യേശുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. പല ഗായകർ, പല വ്യക്തികൾ, കൾച്ചറലി ഒത്തിരി പേര് ക്രിസ്ത്യൻ ഫോറത്തിലൊക്കെ ഇരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവരെല്ലാം ആ ട്രസ്റ്റ് വർത്തി ആയിട്ട് കാണുന്നതുകൊണ്ടാണ് അവർ ഓരോ ഫീൽഡിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ലീഡ് ടോക്സ് എന്ന് പറയുന്ന ചാനൽ ഉണ്ടാവും യൂട്യൂബിൽ. അതിലൂടെ പോയാൽ യു ക്യാൻ സീ പീപ്പിൾ ഇൻ ദി ഓൺട്രപ്രണർ ഫീൽഡ്, പീപ്പിൾ ഇൻ ദി ആർട്ട് ഫീൽഡ്, പീപ്പിൾ ഇൻ ദി കൾച്ചറൽ ഫീൽഡ്, പീപ്പിൾ ഇൻ ദി ബിസിനസ് ഫീൽഡ്. എല്ലാം ദൈവത്തെ സേവിക്കുന്ന ഒട്ടുമുക്കാൽ ആൾക്കാരും. ഈവൻ റോബോട്ടിക് ഓപ്പറേഷൻ ചെയ്യുന്നത് വെൽ നോൺ ക്രിസ്ത്യനാണ്, ദൈവത്തെ അറിയുന്ന ഒരു ദാസനാണ്. ഇന്ത്യയിൽ വളരെ ചുരുക്കമായിട്ടുള്ള വ്യക്തികളിൽ വൺ ഓഫ് ദം. There are people in different fields God has trusted. God has found them trustworthy to be trusted on certain elements when God is running the show. അങ്ങനെ ആകാൻ ദൈവം ആഗ്രഹിക്കുന്നു. Are you really trusted? I don't know. One who has a clean heart, one who has a clean hands, pure heart, and who does not trust on idols or swear by a false God. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കെയർ ഓഫിൽ
സ്റ്റേറ്റ് ഓഫ് ലൈസ് ഇല്ലാതെ, ഒരു ഫോൾസ് ഗോഡിനോട് സ്വെയർ ചെയ്യാതെ, ദൈവത്തെ അറിഞ്ഞ് സത്യം അറിയുന്നവരൊക്കെ എന്റെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് യേശു പറയുന്ന വാക്യം കൊണ്ട് സത്യസന്ധമായിട്ട് ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതങ്ങളിൽ പോലും വെബ് ഓഫ് ലൈസ് കൊണ്ടാണ് പലതും പണിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറയാറില്ല വേണ്ട രീതിയിൽ, ഞാൻ ഓപ്പൺ അപ്പ് ആവാറില്ല. I cannot be, I cannot reveal myself too much to my spouse എന്നുള്ള വിശ്വസിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. കാരണം എന്റെ ഇന്റൻഷൻസും എന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട്. ദൈവം പറയുന്നു, യു ഹാവ് ടു ഓപ്പൺ അപ്പ്. യു ഹാവ് ടു ഈവൻ ഓപ്പൺ അപ്പ് ടു എ വൈൽഡസ്റ്റ് ഡ്രീംസ് സോ ദാറ്റ് ഭാര്യമാരോടൊന്നും പറയേണ്ട, ഇതിനപ്പുറം പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നവരുണ്ട്. I totally disagree. If you open up your entire heart, God is big enough to make sure that thing survives. ഇത് പലപ്പോഴും മാരേജുകൾ സർവൈവ് ചെയ്യാത്തതിന്റെ ലക്ഷണങ്ങൾ അത് അത്രയും ഓപ്പൺ അപ്പ് ആവാത്തതുകൊണ്ട്. അപ്പോൾ ഓപ്പൺ അപ്പ് ആയാൽ ഐ എം ഷുവർ there will be problems. Suppose അത് ഉണ്ടാവും, അത് പ്രാക്ടിക്കലി ആണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ബൈബിളെ വൗച്ച് ചെയ്ത് ഞാൻ വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ ബൈബിളിന് സ്റ്റാൻഡ് ചെയ്തിട്ട് God is big enough to make sure that it is intact. Because the trustworthiness that you show to your spouse, God honors marriage. പലപ്പോഴും ഇന്ന് ഡൈവോഴ്സുകളും മാരേജും ഓണറാത്ത കാര്യം നമ്മൾ ലോകം പറയുന്നത് പോലെ കേട്ട് ദൈവം പറയുന്നത് പോലെ കേൾക്കുവാനോ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് മാരേജ് ഒരു എലിമെന്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. ദൈവം നമ്മളിലാണ്. ബി ഓപ്പൺ ടു യുവർ സ്പൗസ്. യു ഹാവ് എ സീക്രട്ട് ദാറ്റ് യു ഹാവ് നോട്ട് ടോൾഡ് യുവർ സ്പൗസ്. Have the courage to go and tell her that this is what is happening with my life. If your husband comes to know about your life, you think he's going to have a bad time with you, you're wrong. God is big enough to support that. അതിന് വിശ്വസ്തത എന്ന് പറയും, അതിന് trustworthiness, openness, transparency in life. Let us try to keep that, not only in our personal life, but in our professional life, in our corporate life, in our spiritual life, in our church life, in our ministry life. ഇന്ന് പലപ്പോഴും ഞാൻ മിനിസ്ട്രിയിൽ ട്രാൻസ്പെറൻസി ഇല്ലാത്തവരെ കണ്ടിട്ടുണ്ട്, പൊളിഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഫാമിലി ലൈഫിൽ ട്രാൻസ്പെറൻസി ഇല്ലാത്തവരെ കണ്ടിട്ടുണ്ട്, പൊളിഞ്ഞു പോയിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. രണ്ട്, ചർച്ച് ലൈഫിൽ ട്രാൻസ്പെറൻസി ഇല്ലാത്തവരെ കണ്ടിട്ടുണ്ട്. ദേ കീപ് ഓൺ ചർച്ച് ഹോപ്പേഴ്സ് ആയിരിക്കും, ചർച്ചുകൾ മാറി ചാടിക്കൊണ്ടിരിക്കും. There are people who does not have transparency in their professional life. അവരൊരു കരിയറിൽ ഒരിക്കലും ഡെവലപ്പ് ചെയ്യാറില്ല. People who have no transparency in corporate life. അത് ഏറ്റവും വലിയൊരു ഉദാഹരണം. നമ്മൾ മാക്സിമം കോർപ്പറേറ്റ് ലൈഫിൽ അടിച്ചു മാറ്റും, ഈവൺ ഇഫ് യു ആർ നോട്ട് 100% ബീയിങ് ഇൻ ദാറ്റ്. God is very upset with that. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ പലപ്പോഴും ഫുൾ ടൈം ഒന്നും നമ്മൾ ആരും വർക്ക് ചെയ്യാറില്ല. 6 മണി തൊട്ട് വൈകുന്നേരം 6 വരെ കണ്ടിന്യൂസ് ആയിട്ടില്ല. യു വിൽ ആക്ച്വലി സം ഇൻ മിഡിൽ ഓഫ് ദ ഡേ യു മൈറ്റ് ടേക്ക് എ ബ്രേക്ക് ഫോർ യുവർ ഓൺ ടൈം, ലഞ്ച് ടൈം till 6-30 minutes ഒന്നും ആയിരിക്കത്തില്ല. You might go for a tea break. You might talk to your, relatives, friends, and in between your job. So everybody has some time here and there. God is able to understand it if it is unexpected situation. God is able to understand it, but let us not take advantage of it. Okay, company വിടുമ്പോൾ എല്ലാവർക്കും വേണം കമ്പനിയിൽ നിന്ന് maximum. It will not be like that. Let us be very careful in understanding what is required, what is not required. Second, നമ്മൾ പലപ്പോഴും ഈ കോൺസെപ്റ്റിലൊക്കെ ഞാൻ പറഞ്ഞു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1:6 ഒരു വലിയൊരു വാക്യമുണ്ട്, എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. If we claim to have fellowship with him and yet walk in the darkness, we lie and do not live out the truth. അതൊരു ഭയങ്കര പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പറയും ദൈവമായിട്ട് എനിക്ക് നല്ലൊരു ഫെലോഷിപ്പ് ഉണ്ട്, എനിക്ക് ദൈവമായിട്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് നടക്കുന്നത് കാണാം യോഹന്നാന്റെ സുവിശേഷത്തില്. അതില് പലരും നടന്നാലും പലരുടെയും ചിന്ത അങ്ങനെ പോയാലും അവരാ ക്ലെയിം എന്താ പറയുക ഇതില്ല. ഒരു ദ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ കുറച്ചും കൂടി ഒരു ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. If we claim we have experienced a shared life with Jesus, with God, and continue to stumble around the dark, so we are still stumbling around the dark. We are obviously lying through our teeth. We are not living what we claim. Simple. If we walk in the light, God himself being the light, we also experience a shared life with one another. You're sharing your life with God.
as a sacrificial blood of Jesus, God's Son purifies from all sin. ആ ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ എന്നുണ്ടാക്കണം. അത് വളരെയധികം ദൈവം ആഗ്രഹിക്കുന്ന. Let's not start working or living our life in darkness. God wants us to live in a day എന്നുള്ള ഒരു ലൈറ്റ് ഉള്ള സ്ഥലത്ത് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കും. In the light of His Son Jesus. പറയുന്നു റിവാർഡ്സ് ആൻഡ് റിസൾട്ട്സ്. അത് കഴിഞ്ഞിട്ട് പറയുന്ന they will receive blessings from the Lord and vindication from God their Savior. ഇങ്ങനെയുള്ളവരാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നാണ് ദൈവം പ്രസാദിച്ച് അനുഗ്രഹിക്കുന്നത്. അപ്പോ ഒരാൾക്ക് പറയാം യെസ് ഗോഡ് ബ്ലെസ്ഡ് മീ എന്നുള്ളത്. കാരണം യു നോ യു ആർ പ്യുവർ ഇൻ ഹാർട്ട്. ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ യുവർ ഹാപ്പിനെസ്. അപ്പൊ ദൈവ ജോലിയിലുള്ള പ്രൊമോഷനോ ജോലിയിലുള്ള നന്മയോ ഫൈനാൻഷ്യൽ സൗണ്ട്നെസ്സോ അല്ലെങ്കിൽ മിനിസ്റ്റീരിയൽ സക്സസ്സോ പേഴ്സണൽ ലൈഫിലെ സ്പിരിച്വൽ എത്തോസ് അല്ലെങ്കിൽ സ്പിരിച്വൽ എലിറ്റിസം ഒന്നുമല്ല ദൈവത്തിന്റെ അനുഗ്രഹം. യു ക്യാൻ സ്റ്റാൻഡ് ബിഫോർ ഹിം ആൻഡ് ലുക്ക് അറ്റ് ഹിം ഫേസ് ടു ഫേസ് ആൻഡ് സേ ദാറ്റ് ലോർഡ് ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബ്ലെസ്സിങ് ദൈവത്തിൽ നിന്ന്. ഇറ്റ് ക്യാൻ ബി മെറ്റീരിയലിസ്റ്റിക്, നോൺ മെറ്റീരിയലിസ്റ്റിക്, സ്പിരിച്വൽ, whatever. ഇഫ് ഗോഡ് ഇസ് ഗിവിംഗ് യു, എന്ത് തന്നെ ആയിക്കോട്ടെ, it's a blessing that you can call God has given you. എന്ന് പറയാൻ പറ്റും. അല്ലാതെ എല്ലാം നമ്മുടെ ചിന്തയും നമ്മുടെ ആക്ഷൻസും കൊണ്ട് മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ you cannot stand before God. You can tell people, you can tell lies in front of people. ഇങ്ങനെ ദൈവം തന്നു. ചിലർ പറയുന്നു ജഗദീശൻ എന്നെ അനുഗ്രഹിച്ചു, സക്സസ് എനിക്ക് തന്നു. ദൈവം തന്നെങ്കിൽ അത് ദൈവത്തിനാണ് മഹത്വം. അത് പൊട്ടിഘോഷിക്കാനുള്ള, അതിൽ നിന്ന് പ്രയോജനപ്പെടുന്ന ആയിരങ്ങൾക്ക് അത് പ്രയോജനമായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സോ റിവാർഡ്സ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ഒബേയിങ് ഗോഡ് ഇൻ മോറൽ ആൻഡ് സ്പിരിച്വൽ ഡ്യൂട്ടീസ് ആണ് ഇവിടെ ദൈവം അനുഗ്രഹം എന്ന് പറയുന്നത്. മോറൽ ആൻഡ് സ്പിരിച്വൽ ഡ്യൂട്ടീസിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആത്മാവിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളൊരു നല്ല മനുഷ്യനായിട്ട്, എത്തിക്കലി ഒരു ബ്രില്യന്റ് മനുഷ്യൻ, ഒരു നല്ലൊരു മനുഷ്യനായിട്ട് മാറുവാൻ ആഗ്രഹിക്കുന്നു. യെസ്, ഗോഡ് ഹസ് ബ്ലെസ്ഡ് യു. വേഴ്സ് 6 ഇങ്ങനെ പറയുന്നത്, എൻ്റെ അത് പറയുന്ന കാര്യം, such is the generation of those who seek him, who seek your face, God of Jacob. Such is the generation. അപ്പൊ seek him and seek his face, ഒരു അറാമിക് ലിറ്ററേച്ചർ, ഒരു എന്താ പറയാ, ഒരു ദൈവം ആഗ്രഹിക്കുന്ന ഒരു സെമാറ്റിക് ലാംഗ്വേജിൽ പറയുന്ന ഒരു കാര്യമാണത്. അതായത് സീക്ക് യുവർ ഫേസ് ആൻഡ് സീക്ക് യു ആൻഡ് സീക്ക് യുവർ ഫേസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ മാത്രമല്ല, ദൈവം എന്തിലാണോ വസിക്കുന്നത്, ഓൺ വാട്ട് എന്താ പറയുക സിസ്റ്റം ഗോഡ് റിസൈഡ്സ്, യു ഗെറ്റിംഗ് എൻ ഇൻഹെറിറ്റൻസ് ഇൻ ടു ഇറ്റ് ആൻഡ് യു ആർ ആക്ച്വലി സീക്കിംഗ് ദാറ്റ് തിങ്. ദൈവമേ നീ ആഗ്രഹിക്കുന്ന കാര്യം അങ്ങേ തന്നെ അല്ലയോ എന്ന് പറയുന്ന പോലെ ആ സീക്കിംഗ് മൈൻഡാണ് ദൈവത്തിൽ നിന്ന്. ജനറേഷൻ ഓഫ് സീക്കേഴ്സ് ആയിട്ട്, ലെറ്റ് us not be the generation where you are God users അല്ല, let us be God seekers. ദൈവത്തെ സീക്ക് ചെയ്യുന്നവരായിട്ട് തീരുവാൻ നമ്മെക്കുറിച്ച് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആ ലെവൽ ഓഫ് റെസ്പോൺസ്, ആ ഇന്റിമസി ഓഫ് മോസസ് എക്സോഡസിൽ പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. എക്സോഡസിന്റെ 33-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ, the Lord would speak to Moses face to face as one who speaks to a friend. ഇതൊരു മിത്തിക്കൽ കെട്ടുകഥയല്ല കേട്ടോ, റിയൽ ആയിട്ട് സംഭവിക്കുന്ന. Then Moses would return to the camp, but his young age Joshua son of Nun did not leave the tent. So the Lord would speak to Moses face to face. ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ ദൈവം സംസാരിക്കുന്നത്. You really eager for that kind of closeness with God. പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ഓർഡറും കാണണം. മനുഷ്യൻ എന്താണോ നല്ലതെന്ന് അവരവര് തന്നെ അവരവരുടെ മനസ്സിൽ കൽപ്പിച്ചിരിക്കുന്ന നന്മകൾ നമ്മളിലൂടെ പ്രകാശിപ്പിക്കുമ്പോൾ they are happy, we are happy, everybody is happy. But I am not happy at one point. I want to see the face of God. I want to speak to God എന്നുള്ള ആ ആത്മീയമായ ദാഹം നിങ്ങളിൽ ഉണ്ടോ? അങ്ങനെയുള്ളവരെ ദൈവം അന്വേഷിക്കുന്നു. നിങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി താൻ ബലവാനം യഹോവയുടെ കണ്ണുകൾ ഭൂമിയിലൊക്കെയും കൂടാണ്ട് സഞ്ചരിക്കുന്നു. നമ്മുടെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത്? Drawing nearer to God. Draw near to God and He will draw near to you. ദൈവത്തോട് നിങ്ങൾ
സമീപസ്ഥ ആയിരിക്കുക, ദൈവം നിങ്ങളോട് സമീപസ്ഥനായിരിക്കും. You will be in close contact with God and He will be your best friend. That's one of a kind. Then you are having the Almighty as your best friend and you can share secrets with Him. And to the best of my knowledge, He shares His secrets with you. You know, the person who made the heaven and the earth. ഈ ഭൂമിയും ആകാശവും ഉണ്ടാക്കിയവരോട് നിങ്ങളുടെ രഹസ്യങ്ങൾ പറയാൻ ഒരാളെ കണ്ടെത്തുകയാണെങ്കിൽ, ദൈവത്തെ നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ രഹസ്യങ്ങൾ പറയുമെങ്കിൽ, നിങ്ങൾക്ക് തിരിച്ചും രഹസ്യങ്ങളെ എക്സ്പെക്ട് ചെയ്യാം. യു ക്യാൻ എക്സ്പെക്ട് ഗ്രേറ്റ് ആൻഡ് മിറാക്കുലസ് സീക്രറ്റ്സ് ആൻഡ് സൈൻസ് ഫ്രം ഗാഡ്. അങ്ങനെയുള്ള ആൾക്ക് ഭാഗ്യമുണ്ട്. അല്ലാത്തവർക്കും ഉണ്ട്. ദൈവം കാരുണ്യവാനാണ്. എല്ലാവർക്കും ദൈവം ചെയ്യുന്നത്. ഈ ഭൂമിയിൽ ദൈവമേ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ, വേറെ ആരുമില്ല. പക്ഷെ അതിനെക്കാട്ടും ഒരു പടിയും മുകളിൽ ദൈവം ആഗ്രഹിക്കുന്നു. നാം എങ്ങനെയുള്ളവരായിത്തീരണം. ഇനി ഇതെല്ലാം പഴയ നിയമത്തിലാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കുന്നത് ഇതെല്ലാം പഴയ നിയമമാണല്ലോ, പുതിയ നിയമത്തിൽ നിന്ന് എന്തുകൊണ്ട് ഇതേ ബേസിസിൽ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം ക്ലോസ്ലി വേഗം ഫാസ്റ്റായി പോട്ടെ. James chapter 4 verse 8 says, come near to God and He will come near to you. This is the same thing what we are discussing. എന്നോട് അടുത്ത് വരെ, ഞാൻ നിങ്ങളോട് അടുത്ത് വരും. Wash your hands, you sinners. Wash your hands, you sinners. And purify your hearts, you double-minded. ഇവിടെ അത് തന്നെ പറയുന്നത് അല്ലെ? The one who has a clean hand and a pure heart. Same thing. Wash your hands, you sinners, and purify your heart. So what we are trying to achieve here is we're getting a consistency of mind from God in the Old Testament as well as in the New Testament. God is the same. If God wants to come near you, you have to purify yourself, your actions, and you need to have a clean heart. You need to have your intentions rather than a double-mindedness. You need to have a single focused approach towards God. Let's get God's blessing. ആ ഒരു അവസ്ഥയിലേക്ക് മാറാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ഫോർമൽ പ്രെയർ, ഒരു ഹാർട്ട് ഫെൽ. സങ്കീർത്തനം 32 വേഴ്സ് Psalms 32 verse 3-5 പറയുന്നു, when I kept silent, my bones wasted away through my groanings all day long. For day and night your hand was heavy upon me. My strength was sapped, and in the heat of the summer. Then I acknowledged my sins to you. ഞാൻ എൻ്റെ കുറ്റങ്ങൾ, എൻ്റെ കുറവുകൾ നിന്നോട് ഞാൻ സംസാരിച്ചു. and did not cover up my iniquities. ഞാൻ എൻ്റെ കുറവുകളെ മറച്ചു വെച്ചില്ല. I said, I will confess my transgression to the Lord, and you forgive the guilt of my sin. Sin സംഭവിച്ചു, അത് ഇല്ലാതെ ആകുന്നില്ല ഹിസ്റ്റോറിക്കലി, പക്ഷെ you forgive the guilt of my sin. ദൈവത്തിന് മുമ്പിൽ അത് വാഷ് ഔട്ട് ആകുന്നില്ല. ഒരുപക്ഷെ ഹിസ്റ്റോറിക്കലി ചിലപ്പോൾ അത് സംഭവിച്ചിട്ട് അങ്ങനെ തന്നെ ആയിരിക്കാം, നമുക്കത് റികളക്ട് ചെയ്യാം. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ആ വിഷയം അവിടെ വെച്ച് അവസാനിക്കുന്നു. And to the best of my knowledge, I don't think that anybody can pull that thing out, because that's how God works. Now, എനിക്ക് അതിന്റെ ടെക്നിക്കാലിറ്റി ഒന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഒരു പാപം വെച്ച് യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടാൽ, ഒരു കപടഭക്തിയോടെയല്ല, ഒരു എന്താ പറയാ, നമ്മുടെ സിൻസിനെ അക്നോളജ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇനിക്വിറ്റീസിനെ കവറപ്പ് ചെയ്യാൻ ദൈവത്തിന്റെ അത് എന്നേക്കും മറഞ്ഞു കിടക്കുന്ന ഒരു അനുഭവം. ദൈവം ന്യായം വിധിക്കുന്നതിന് മുമ്പിൽ അതിന് വിലപേശില്ല. പക്ഷെ അല്ലാത്തവർ ഓർമ്മയിലേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ ദൈവം ഒരുവനെ എന്താ പറയാ ശിക്ഷയിൽ നിന്ന് ഫ്രീ ആക്കി കളഞ്ഞാൽ, and he is free forever even if he dies. ഇവിടെ കിട്ടിയില്ലെങ്കിൽ പരലോകത്തിൽ ശിക്ഷ കിട്ടുന്നില്ല. അതാ കാര്യം പറയുന്നത്. നമ്മുടെ മനസ്സുകളെ പുതുക്കി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ നീഡ് ഫോർ സറണ്ടർ നമ്മുടെ ഉള്ളിലേക്ക്, ആ നീഡ് നമ്മളെപ്പോഴും എന്തുമാത്രം നമ്മൾ കെയർഫുൾ ആയിരിക്കണം. 2 ദിനവൃത്താന്തങ്ങൾ 7-ാം അധ്യായം 12-16 വരെ വാക്യങ്ങൾ വായിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. The Lord appeared to him at night. I have heard your prayers and have chosen this place for myself as a temple to sacrifice. ഇത് മനസ്സിലായാലും സലോമോനെ കുറിച്ചാണ്. When I shut up the heavens so that there is no rain, or command locusts to devour the land, or send a plague among my people, if my people who are called by my name will humble themselves and pray and seek my face and turn from their wicked ways, then I will hear from heaven and I will forgive their sins and will heal their land. ഇത് നമ്മൾ സ്ഥിരം ഈ നാളുകളിൽ കേൾക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് വാക്യമാണ്. ഏത്? എൻ്റെ ജനം, എൻ്റെ പേര് അല്ല, എൻ്റെ ജനം എൻ്റെ മുമ്പാകെ താഴ്ന്ന് അവരവരെ തന്നെ താഴ്ത്തി
എന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുക, എന്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ ഈ ദേശത്തിനൊരു സൗഖ്യം വരുത്തുമെന്നാ പറയുന്നത്. Now, എന്നിട്ട് പറയാണ്, my eyes will be open and my ears attentive to the prayers offered in this place. പഴയ നിയമത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഈ പറയുന്നത്, I have chosen and consecrated this temple so that my name may be there forever. My eyes and my heart will always be there. പഴയ നിയമത്തിൽ ആലയത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. എന്നാൽ നമ്മൾ പലപ്പോഴും ഔട്ട് ഓഫ് കോൺടെക്സ്റ്റ് ഒക്കെ പറയുന്നുണ്ട്, തെറ്റില്ല, അത് യൂസ്ഫുൾ ആണെങ്കിൽ ഐ എം ഓക്കെ. ദൈവത്തിന് ഔട്ട് ഓഫ് കോൺടെക്സ്റ്റ് ഒരാൾ പറഞ്ഞാൽ, and if it is helping somebody to get comfort in God, if it's helping somebody to get relief from his problems and look at the face of God, I'm okay with that misinterpretation also biblically. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. when you start understanding God, then ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരാൾ പറയാണ് ഞാൻ ഈ റോങ് വഴി കൂടെ കയറി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം now you need to come to through the right way എന്ന് പറയാം. ഫസ്റ്റ് ടൈം ഞാൻ അറിയാതെ കയറി വന്നപ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയേ എന്ന് പറയുന്നതുകൊണ്ട് തെറ്റില്ല. It's the wrong way. Everybody knows it, but if he's found God through that, it's fine. കറക്റ്റ് അന്വേഷിച്ച് നടന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കാട്ടും നല്ലതല്ലേ? But doesn't mean that he can come again like that. So basic understanding അത്രേ ഉള്ളൂ. ഞാൻ അത് സ്പെക്കുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. സോ ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കറക്റ്റ് വേ. ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ പറയുന്നു, നിങ്ങളാകുന്നു ദൈവത്തിന്റെ ആലയം. How the Holy Spirit resides in you. പറയുന്നു, your body is the temple of the living God. ന്യൂ ടെസ്റ്റ്മെന്റ് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ശരീരം പുതിയ നിയമത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നു. ആൻഡ് യു കനോട്ട് ഡിസൈഡ് ഓൺ ഇറ്റ് യുവർ ഓൺ, ബിക്കോസ് ദാറ്റ് ഇസ് വെയർ ഐ ആം ഗോയിങ് ടു സ്റ്റേ. അങ്ങനെ ആ വാക്യം എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ നമ്മുടെ ലൈഫിൽ എന്താ പറയാ, നമ്മൾ ചിന്തിക്കുന്ന ഒരു മെത്തേഡൊന്നും ആവണമെന്നില്ല ദൈവത്തിന്റെ വഴികൾ. ആ വാക്യം നമുക്കൊന്ന്, ആ വാക്യം ഒന്നുകൂടി എന്താ പറയാ, ഒരു ദൈവത്തിന്റെ ആലയത്തോടുള്ള 2 കൊരിന്ത്യർ 6:14 തൊട്ടുള്ള വാക്യങ്ങളാണെന്ന് തോന്നുന്നു. ഞാനൊരു നിമിഷം, എനിക്ക് പെട്ടെന്ന് വന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അതൊരു ഓർമ്മ കിട്ടുന്നുണ്ട്. പക്ഷെ 2 കൊറിന്ത്യൻസിൽ നമ്മൾ പറയുന്നുണ്ട്, എന്താ പറയാ, അഡൽട്ടറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നതാണ്. അതിന്റെ 14 തൊട്ടുള്ള വാക്യങ്ങളിലാണ് അത് പറയപ്പെടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളാകുന്നു ദൈവത്തിന്റെ ആലയം. സിമ്പിൾ. So God is actually looking at you as a temple to reside in you. You are not God, first of all, but God is actually looking at your heart and saying that I'm going to come and reside in your heart. അപ്പൊ എന്താണ് അത് സംഭവിക്കാൻ പോകുന്ന കാര്യം? When I'm going to reside in your heart, make sure that this heart is holy for me to stay. Simple. മാത്രം പറയാണ്, ഈ ഇത് now it is not your call. ഏത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ ഈ ഇത് കൊണ്ട് നടത്താൻ പറ്റില്ല. ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് ലെവലിൽ കൊണ്ടുവരാൻ പറ്റില്ല. ബട്ട് വാട്ട് ഗോഡ് ഈസ് ആക്ച്വലി ടെലിംഗ് ഇസ്, ആ പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ബി സെപ്പറേറ്റ്, കം ഔട്ട് ആൻഡ് ബി സെപ്പറേറ്റ് ആൻഡ് ബി ഹോളി, ബിക്കോസ് ഐ എം ഗോയിങ് ടു സ്റ്റേ വിത്ത് യു ഫോറെവർ. ആൻഡ് ഇതാണ് അപ്പൊ ആ ടെമ്പിൾ ഓഫ് ഗോഡും ടെമ്പിൾ ഓഫ് ഐഡൽസും നമ്മൾ ലൈക്ക് വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിംഗ് ഗോഡ്. God says, I will live with them, I will walk with them, and I will be their God and they will be my people. So ultimately the game changer ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം. ദൈവമായിട്ടുള്ള irrespective of all your problems, do not lose heart. God will not disbandon you. ദൈവം നിങ്ങളെ കൈവിട്ട് കളയില്ല. നിങ്ങളെ ദൈവം കൂടെ ഇരുത്തി സൂക്ഷിച്ച് ദൈവത്തോട് അടുത്ത് നിൽക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ സമയത്ത് എന്നെ കേൾക്കുന്നവരെ, ഒരു വാക്ക് നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പ്രശ്നം എന്ത് തന്നെ ആയിക്കോട്ടെ, ദൈവം നിങ്ങൾക്ക് തുണയായിട്ടുണ്ട്. ദൈവം നിങ്ങളെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന് നിങ്ങളെ ഹൃദയം കൊടുക്കാൻ തയ്യാറാണോ എന്നൊരു ചോദ്യത്തിൽ വന്ന് നിൽക്കുന്നത്. യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിംഗ് ഗോഡ്. പ്യുവറും നിർമ്മലമായ ഹൃദയവും ശുദ്ധിയുള്ള കൈകളും കരങ്ങളും വെച്ചുകൊണ്ടിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ബ്ലെസ്സിങ്സോടെയുള്ള ജീവിതമായിട്ട് ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റും. സ്പിരിച്വൽ മോറൽ ബ്ലെസ്സിങ്സ് മാത്രം ഒതുങ്ങുകയല്ല, നിങ്ങളുടെ ലൈഫ് മൊത്തം നിങ്ങൾക്ക് അനേകർക്ക്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാര് തന്നെയായാലും അവർക്കൊരു ബ്ലെസ്സിങ് ആയി, നിങ്ങളുടെ രാജ്യത്തിനും ഒരു അനുഗ്രഹമായിട്ട് അത് മാറും. ഇതൊരു അനുഗ്രഹമായിട്ട് മാറുമെന്ന്
ദൈവത്തിന്റെ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നു. Let the purpose of your life, let the agenda of your life be a blessing to all the people. God bless you. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങള് കൈകളിൽ ഒന്നുമില്ല കർത്താവെ, ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നു. ദൈവവചനം പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രയാസവും ബുദ്ധിമുട്ടുകളും ഏറെയാണ്, ഞങ്ങൾക്ക് സഹിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും അങ്ങയുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ ഉറവിടം അങ്ങയുടെ മുമ്പാകെ നിർമ്മല ഹൃദയത്തോടെ, ശുദ്ധകരങ്ങളോടെ, കപടമില്ലാത്ത, വിഗ്രഹത്തിന് മനസ്സ് കൊടുക്കാത്ത, കപടമില്ലാത്തൊരു ജീവിതം നയിക്കുവാൻ ദൈവം ഞങ്ങളെ കൊണ്ടുപോയോടെ അങ്ങ് തീവിപ്പാന്തി ഇവിടെയാക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വസിക്കുവാനും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് വാക്കുവാനും അങ്ങ് ഞങ്ങളുടെ ദൈവമായി ഇരിക്കുവാനും ഞങ്ങൾ അങ്ങയുടെ ജനമായി തീരുവാനും അങ്ങേക്ക് ആഗ്രഹമുണ്ടെന്ന് വായിക്കുന്നത് പ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്പിരിച്വൽ മോറൽ ബ്ലെസ്സിങ്സ് എല്ലാ നിലയിലും. അത് മാത്രമല്ല, ഞങ്ങളുടെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം ഒരു ബ്ലെസ്സിങ്സ് കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ അനുഗ്രഹ വിഷയമായി ദൈവം ഞങ്ങളെ മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം. കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതം ഒരു വലിയ ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്നൊക്കെ ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറയുന്നത് പോലെ നിൽക്കുവാൻ ഒരു അവസരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒന്നുമില്ലാതെ സമ്മതിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. God bless you.